ഇന്ന് ER രാഗേഷാണ് നമുക്കൊപ്പം പ്രസ് സ്റ്റോപ്പിലുള്ളത്. ER രാഗേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഇന്നലെ ശിവചന്ദ്രൻ പ്രസ് സ്റ്റോപ്പ് ചെയ്ത് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞത് ഇപ്പം നാളത്തെ പത്രത്തിൽ മുഴുവൻ മന്ത്രിമാർ ഇവരൊക്കെ എന്ന് പറഞ്ഞ് വാർത്തകൾ വായിക്കാൻ പറ്റും എന്നായിരുന്നു. പക്ഷേ മന്ത്രിമാരുടെ കാര്യത്തിൽ ഇന്നേ ഒരു ധാരണയിലേക്ക് എത്തുള്ളൂ. ഇന്നിപ്പോൾ പത്രങ്ങളിലെ മെയിൻ വാർത്തയും ഈ മന്ത്രിസഭാ രൂപീകരണം തന്നെയാണോ? അതെ, മന്ത്രിസഭാ രൂപീകരണം തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ എന്നുള്ളതാണ് പത്രങ്ങളുടെ പ്രധാനപ്പെട്ട വാർത്ത. വിശദമായി തന്നെ നമുക്ക് നോക്കാം. മലയാള മനോരമയിലേക്ക് വരികയാണെങ്കിൽ രമേശിന് ആഭ്യന്തരം, ധനം മുഖ്യമന്ത്രിക്ക്, കോൺഗ്രസിന് 12 മന്ത്രിമാർ, ലീഗിന് 5, വകുപ്പ് ചർച്ചകൾ തുടരുന്നു എന്നാണ് മനോരമ നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല 3 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലൊന്ന് VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. മറ്റൊന്ന് VD സതീശനും KC വേണുഗോപാലും ഒരുമിച്ചുള്ള പ്രതികരണമാണ്. മൂന്നാമത്തെ ചിത്രം KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒത്തുള്ള ചിത്രമാണ്. ഇതിൻ്റെ മൂന്നിൻ്റെയും സമയം നൽകിയിട്ടുണ്ട്. 12:45, 2:30, 2:50. ഒപ്പം ഈ നേതാക്കളുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ, ഇന്നലത്തെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ നൽകിയിട്ടുണ്ട്. RCA മുറിച്ചിട്ടാലും കോൺഗ്രസ്സാണ്, അദ്ദേഹം എന്താഗ്രഹിക്കുന്നുവോ അതുണ്ടാകുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞടക്കം 3 നേതാക്കളുടെയും പ്രതികരണങ്ങളും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം എങ്ങനെയാണ് സാധ്യത എന്ന് ഒന്നാം പേജിലുണ്ട്. കൂടാതെ അനൂപിനും കാപ്പനും ടേം വ്യവസ്ഥ എന്നുകൂടി മലയാള മനോരമ ഒന്നാം പേജിൽ നൽകിയിരിക്കുകയാണ്. മലയാള മനോരമയിൽ മാത്രമല്ല മറ്റെല്ലാ പത്രങ്ങളിലും സർക്കാർ രൂപീകരണം, മന്ത്രിസഭ ചർച്ച തന്നെയാണ്, രൂപീകരണ ചർച്ച തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ മുഖം തെളിയുന്നു എന്നുള്ളതാണ് മാതൃഭൂമിയുടെ തലക്കെട്ട്. UDF മന്ത്രിമാരെക്കുറിച്ച് ഏകദേശ ധാരണയായി എന്ന് പറയുന്നു. ഒപ്പം ഉറപ്പാക്കിയ കാര്യങ്ങളെക്കുറിച്ച് മാതൃഭൂമി നൽകിയിട്ടുണ്ട്. കോൺഗ്രസിന് മുഖ്യമന്ത്രിയും 12 മന്ത്രിമാരും സ്പീക്കറും ചീഫ് വിപ്പും തുടങ്ങിയ കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് മന്ത്രിമാർ? രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AP അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, PC വിഷ്ണുനാഥ്, M ലിജു എന്നിവർ മന്ത്രിമാരാകും എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തർക്ക വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നൽകിയിട്ടുണ്ട്. തനിക്കൊപ്പം നിൽക്കുന്ന IC ബാലകൃഷ്ണൻ, അൻവർ സാദത്ത്, ജ്യോതികുമാർ ചാമക്കാല എന്നിവരെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കണമെന്ന ചെന്നിത്തല നിലപാടൊക്കെ തന്നെ ഒന്നാം പേജിൽ തർക്ക വിഷയമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒപ്പം കേരള കോൺഗ്രസിൻ്റെ നിലപാട്, അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ കൂടി പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഏതായാലും മാതൃഭൂമി. ഇനി മറ്റു പത്രങ്ങളിലേക്ക് വരുമ്പോഴും സ്ഥിതി ഇതുതന്നെയാണ്. പ്രത്യേകിച്ച് വീക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ വീക്ഷണം മന്ത്രിമാർ തയ്യാർ, പട്ടിക ഇന്ന് ഗവർണർക്ക് കൈമാറും, തലസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകളെന്ന് വാർത്ത നൽകിയിട്ടുണ്ട്. ഒപ്പം തൊട്ടപ്പുറത്തൊരു ചിത്രം നൽകിയിട്ടുള്ളത് ഈ പന്തലിൻ്റെ ഒക്കെ തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സജ്ജമാകുന്ന സ്റ്റേജിൻ്റെ ഒക്കെ തന്നെ ചിത്രം ആണ് നൽകിയിട്ടുള്ളത്. നാളെയാണ് യുഗപ്പിറവി. സത്യപ്രതിജ്ഞ നാളെ. സമ്പൂർണ്ണ മന്ത്രിസഭ അധികാരമേൽക്കും. ചരിത്ര മുഹൂർത്തത്തിന് വൻ ജനാവലി സാക്ഷിയാകുമെന്ന് ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. വിജയത്തും രാഹുൽ ഉൾപ്പെടെ ദേശീയ നേതാക്കളും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വീക്ഷണം ഒന്നാം പേജിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനി കോൺഗ്രസ് മന്ത്രിമാരാകാൻ തർക്കം എന്നുള്ളതാണ് ദേശാഭിമാനിയുടെ തലക്കെട്ട്. ഒപ്പം കലങ്ങി മറിഞ്ഞ് എന്നുകൂടി ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. ചെന്നിത്തലയെ അന്വയിപ്പിക്കാൻ തീവ്ര ശ്രമം, 7 മന്ത്രിമാരെങ്കിലും വേണമെന്ന് വേണുഗോപാൽ പക്ഷം, തിരുവഞ്ചൂരിനെ സ്പീക്കറാക്കി ഒതുക്കാൻ ശ്രമം, 5 മന്ത്രിമാർ വേണമെന്ന ലീഗിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി എന്നുകൂടി ദേശാഭിമാനി കുറിക്കുന്നു. ഒപ്പം 2 മന്ത്രിസ്ഥാനത്ത് ഉറച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എന്നാണ് ദേശാഭിമാനി പറഞ്ഞിട്ടുള്ളത്. മെട്രോ വാർത്തയും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഉടക്കി ഘടകകക്ഷികൾ, മന്ത്രിമാരിൽ ഇന്ന് തീരുമാനം, കോൺഗ്രസിന് 11, ലീഗിന് 5, ജോസഫിന് 1 എന്നൊരു ബോക്സ് വാർത്ത കൂടി ഏതായാലും കേരള മെട്രോ വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ വിട്ട് നമ്മൾ മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ അത് ഈ ഒരുപക്ഷെ CPM രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തന്നെ ഒന്നാം പേജിൽ പത്രങ്ങൾ നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ പിണറായി പ്രതിപക്ഷ നേതാവായത് PBയിലെ വോട്ടെടുപ്പിൽ എന്നുള്ളതാണ് ഒന്നാം പേജിൽ മാതൃഭൂമി നൽകിയിട്ടുള്ളത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി നിശ്ചയിക്കാൻ CPM പോളിറ്റ് ബ്യൂറോയിൽ വോട്ടെടുപ്പ് നടന്നു. കഴിഞ്ഞ ആഴ്ച ചേർന്ന PBയിലെ പൊതുധാരണയ്ക്ക് വിരുദ്ധമായി പ്രതിപക്ഷ നേതാവായി പിണറായിയുടെ പേര് മാത്രം സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശിച്ച സാഹചര്യത്തിലാണ് CPM കേന്ദ്ര നേതൃത്വം വീണ്ടും യോഗം ചേർന്ന് തീരുമാനമെടുക്കേണ്ടി വന്നത് എന്നാണ് പറയുന്നത്. 17 പേർ പങ്കെടുത്ത PBയിൽ 10 വോട്ടിൻ്റെ പിന്തുണയോടെയാണ് പിണറായി പ്രതിപക്ഷ നേതാവ് എന്നുകൂടി പറയുന്നുണ്ട്. ഒപ്പം അനുകൂലിച്ചവരും എതിർത്തവരുടെയും ഒക്കെ തന്നെ പേരുകൾ നൽകിയിട്ടുണ്ട്. BV രാഘവലു, നീലോൽപൽ ബസു, അശോക് ദാവ്ളെ, ജിതേൻ ചൗധരി, വിജു കൃഷ്ണൻ, മറിയം ദാവ്ളെ, R അരുൺകുമാർ തുടങ്ങിയവർ പിണറായിയെ എതിർത്ത് വോട്ട് ചെയ്തു എന്നാണ് മാതൃഭൂമി പത്രം ഒന്നാം പേജിൽ ഏതായാലും നൽകിയിട്ടുള്ളത്. മലയാള മനോരമയിൽ CPM നേതൃയോഗങ്ങൾ, പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ തന്നെ ഉയരുന്ന വിമർശനങ്ങളാണ് വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ളത്.
CPM കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിശിത വിമർശനം. പിണറായിയും ഗോവിന്ദനും ഉടൻ ഒഴിയണം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉടൻ പുനഃസംഘടിപ്പിക്കണമെന്ന് അംഗങ്ങൾ. ശൈലജയെ കുരുതി കൊടുത്തുവെന്ന് പത്തനംതിട്ടയിൽ വിമർശനം തുടങ്ങിയ കാര്യങ്ങൾ ഒന്നാം പേജിൽ ഏതായാലും നൽകിയിട്ടുണ്ട് മലയാള മനോരമ. മറ്റ് പത്രങ്ങളും വലിയ പ്രാധാന്യത്തോടുകൂടി ഈ വാർത്ത ഏതായാലും നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റു പത്രങ്ങളിലേക്ക്, മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ ജന്മഭൂമി ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ളത് യുവതീ പ്രവേശം, സ്വർണ്ണക്കൊള്ള CBI അന്വേഷിക്കണം, പ്രക്ഷോഭ കേസുകൾ പിൻവലിക്കണം എന്നാണ്. BJPയുടെ നിലപാടാണത്. അക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അധികാരമേറ്റാലുടൻ സർക്കാർ ശബരിമല സ്വർണ്ണക്കൊള്ളയും കൊള്ളയിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യമാണ് ഏതായാലും ജന്മഭൂമി ഒന്നാം പേജിൽ നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയോട് നൽകിയിട്ടുള്ളത്. ഇനി മറ്റു പത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ ദീപിക ഇന്ന് ഒന്നാം പേജിൽ കൊടുത്തിട്ടുള്ള വാർത്ത കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു, പുനഃസംഘടന വരുന്നു എന്നുള്ളതാണ്. അതായത് അടുത്ത വർഷം നടക്കാനുള്ള UP, ഗുജറാത്ത്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂർ തുടങ്ങിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി കേന്ദ്ര മന്ത്രിസഭയിൽ അഴിച്ചുപണി ഉണ്ടായേക്കും. മൂന്നാം മോദി സർക്കാർ, മോദി മന്ത്രിസഭ 2 വർഷം പൂർത്തിയാക്കുന്ന ജൂൺ 9 ശേഷമാകും ഈ നടപടിയിലേക്ക് കടക്കുക. കേരളം, ബംഗാൾ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് ഫലം കൂടി കണക്കിലെടുത്താകും നിർണായകമായ തീരുമാനം അല്ലെങ്കിൽ പുനഃസംഘടന എന്നുകൂടി ഒന്നാം പേജിൽ ഏതായാലും നൽകിയിട്ടുണ്ട് ദീപിക. ഒപ്പം ദേശാഭിമാനി ഒന്നാം പേജിൽ നൽകിയിട്ടുള്ള മറ്റൊരു വാർത്ത ഇന്ധനവില ഇനിയും കൂടും എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് 3 രൂപ വർദ്ധിപ്പിച്ചെങ്കിൽ ഇനിയും കൂടും എന്ന ഒന്നാം പേജിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. ജനരോഷം മറികടക്കാൻ ഘട്ടം ഘട്ടമായാണ് വില കൂട്ടുക. 15 രൂപയുടെ വർധനവാണ് എണ്ണ കമ്പനികൾ ആഗ്രഹിക്കുന്നത്. നിലവിൽ ക്രൂഡ് ഓയിൽ ശേഖരം 18 ദിവസത്തേക്ക് മാത്രം എന്ന കാര്യം ഒന്നാം പേജിൽ ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം, വിദേശ പര്യടനം തുടരുകയാണ്. അതും പത്രങ്ങളിൽ ചിത്രസഹിതം വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട്. നെതർലാൻഡ്സിൽ മോദിക്ക് ഉജ്ജ്വല സ്വീകരണം എന്നാണ് ഒന്നാം പേജിൽ ചിത്രം സഹിതം മെട്രോ വാർത്ത നൽകിയിട്ടുള്ളത്. നെതർലാൻഡ്സിൽ സന്ദർശനത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹേഗിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിവാദ്യം ചെയ്യുന്നുവെന്ന് ചിത്രസഹിതമാണ് ഇപ്പോൾ ഏതായാലും മെട്രോ വാർത്ത ഈ പേജ് വാർത്ത നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ രാജ്യത്ത് തന്നെ വലിയ ചർച്ചയാണ് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച. അതിൻ്റെ അറസ്റ്റും നടപടികളും തുടരുകയാണ്. ആ വാർത്താ പത്രങ്ങളിലൊക്കെ തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട്. മാധ്യമം അത് ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അറസ്റ്റ് തുടരുന്നു. ബയോളജി ചോദ്യപേപ്പർ തയ്യാറാക്കിയ സമിതിയിൽ അംഗമായിരുന്ന പുണെയിലെ പ്രൊഫസർ മനീഷ മാന്തരയാണ് അറസ്റ്റിലായത് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഒപ്പം വീണ്ടും ആത്മഹത്യ എന്നൊരു ബോക്സ് വാർത്ത കൂടി ഒന്നാം പേജിൽ ഏതായാലും നൽകിയിട്ടുണ്ട്. കൂടാതെ ത്രിഭാഷാ പഠനം ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വലിയ ചർച്ചയായതാണ്. നിർബന്ധമാക്കിയിരിക്കുകയാണ് CBSE 9ലും 10ലും ത്രിഭാഷാ പഠനം ജൂലൈ 1 മുതൽ മാറ്റം പ്രാബല്യത്തിൽ എന്ന് ഒന്നാം പേജിൽ ഏതായാലും മാധ്യമം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ മാതൃഭൂമി ഒന്നാം പേജിൽ ഈ മന്ത്രിസഭാ രൂപീകരണം അടക്കമുള്ള വാർത്തകളും CPM രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നൽകുമ്പോൾ 2 പ്രധാനപ്പെട്ട വാർത്തകൾ നൽകിയിട്ടുണ്ട്. അതിലൊന്ന് നോയിഡയിലെ തൊഴിലാളി സമരത്തെക്കുറിച്ചാണ്. സമരക്കാരെ ഭീകരരെ പോലെ കാണരുത് എന്ന് സുപ്രീം കോടതിയുടെ നിർണായകമായ പ്രതികരണം അല്ലെങ്കിൽ അഭിപ്രായം അത് ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഏതായാലും മാതൃഭൂമി സമരക്കാരെ ഭീകരരെ പോലെ കാണരുത്, മിനിമം വേതനം ആവശ്യപ്പെട്ട് ആണ് സമരം, അവർ ഭീകരവാദികളല്ല എന്നൊരു കോട്ട് കൂടി ഏതായാലും നൽകിയിട്ടുണ്ട്. കൂടാതെ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയെ പരിശോധനയ്ക്ക് നിർബന്ധിക്കാനാവില്ല, ഉത്തരവുമായി ഡൽഹി കോടതി എന്ന വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട്. ഏതായാലും ഒന്നാം പേജിൽ തന്നെ മാതൃഭൂമി. ഇനി മറ്റ് വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ ഒരു കൗതുകം അല്ലെങ്കിൽ കൗതുക വാർത്ത ഉള്ളത് കേരള കൗമുദിയിലെ ഒന്നാം പേജിലാണ്. അത്തരത്തിലൊരു കൗതുക വാർത്ത ഉൾക്കൊള്ളിച്ചിട്ട് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു ആനയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ദേവസ്വം പണക്കിലുക്കം, തൃക്കടവൂർ ശിവരാജു എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ വാർത്ത നൽകിയിട്ടുള്ളത്. ഒരു ഉത്സവ സീസണിൽ നേടുന്നത് 80 ലക്ഷം രൂപയാണ് എന്ന വാർത്ത ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ഏറ്റവും വലിയ ആനയാണ് തൃക്കടവൂർ ശിവരാജു. അക്കാര്യമൊക്കെ സൂചിപ്പിച്ചുകൊണ്ടൊരു റിപ്പോർട്ടാണ് ഒന്നാം പേജിൽ ഏതായാലും കേരള കൗമുദി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇനി എഡിറ്റോറിയലിലേക്ക് വരികയാണെങ്കിൽ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനെ കുറിച്ചാണ് 2 പത്രങ്ങളിൽ ഇന്ന് എഡിറ്റോറിയൽ ഉള്ളത്. ഒന്ന് ചന്ദ്രികയിലാണ്. ടീം ലീഡർ എന്ന തലക്കെട്ടോടുകൂടിയാണ് ചന്ദ്രിക ഏതായാലും എഴുതിയിട്ടുള്ളത്. ഒപ്പം സുപ്രഭാതം, കനൽക്കാലവും കടന്നു എന്നാണ് സുപ്രഭാതം കുറിച്ചിരിക്കുന്നത്. ഈ രണ്ടും VD സതീശനെ കുറിച്ചാണ്. പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് 102 സീറ്റുകളുടെ വൻ ഭൂരിപക്ഷവുമായി UDF അധികാരത്തിലെത്തി. മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന ചോദ്യത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് കൃത്യമായ ഉത്തരമുണ്ടായിരുന്നു. വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന VD സതീശൻ. UDFന്റെ വിജയത്തിന് പിന്നിലെ യഥാർത്ഥ ചാലകശക്തിയായി നിന്ന സതീശനല്ലാതെ മറ്റാരെന്ന ഓരോ മലയാളിയും വോട്ടെണ്ണലിന് ശേഷം അടക്കം പറഞ്ഞിരുന്നുവെന്നാണ് സത്യം എന്ന്
ചന്ദ്രിക എഡിറ്റോറിയൽ എഴുതിയിരിക്കുകയാണ്. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ പത്രവാർത്തകൾ. ഏതായാലും നാളെ നമ്മൾ പത്രവുമായി വരുമ്പോൾ ആരൊക്കെ മന്ത്രിമാരാകുമെന്ന് തെളിഞ്ഞിരിക്കും. ഏതൊക്കെ വകുപ്പുകൾ, ഒരുപക്ഷെ വകുപ്പുകളായില്ലെങ്കിലും മന്ത്രിമാരെ ആരൊക്കെ എന്ന കാര്യത്തിൽ തീരുമാനമാകുന്ന കാര്യത്തിൽ സംശയമില്ല. സേതു, വീണ്ടും സേതുവിലേക്ക്.